ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ജോജോ ചേട്ടൻ്റെ അടുത്താണ്. ഞങ്ങളുടെ കണ്ടൻസർ അങ്ങനെ ഇന്ന് വന്നു കേട്ടോ. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കണ്ടൻസർ, പുതുപുത്തൻ കണ്ടൻസർ. ഇത് ഫുള്ള് തണുക്കാണല്ലോ ജോജോ ചേട്ടാ. ആ തണുക്കൂന്നല്ല, ചളുക്കാണല്ലോ എന്ന് ചോദിച്ചേ. ഇതേ ചളുക്ക്. ആ 2-3 ചളുക്കുണ്ട്. പൈസ കുറയ്ക്കേ വിളിച്ചിട്ട്. ആ ഗൈസ് നോക്കൂ, അതായത് പുതിയ കണ്ടൻസർ വന്നു. പതിയ കണ്ടൻസർ ഇതായിരുന്നു എന്നേട്ടാ. അത് ചെറിയൊരു ഇതല്ലേ ഉള്ളൂ. ജോജാന്റെ ഫാദർ തന്നെ കറക്റ്റ് ഉറപ്പിച്ചു. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന നമ്മുടെ പഴയ കണ്ടൻസർ ഇതാട്ടോ. അത് മാറ്റി ഈ കാണുന്ന കണ്ടൻസർ വെക്കാൻ വേണ്ടി പുതിയൊരു ഫാനും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഡബിൾ ഫാൻ വെക്കാൻ നേരത്ത് നല്ല രീതിയിലുള്ള തണുപ്പ് കിട്ടും കേട്ടോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാണുന്ന പുതിയ ഫാൻ മേടിച്ചാക്കുന്നത്. അതിൻ്റെ ഇവനെ അതിനകത്തുണ്ടോ പൊക്കിക്കേ. ജോജോ ചേട്ടൻ ആയതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ, പുതിയ പാക്കൊക്കെ ചെയ്തോണ്ടെന്ന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഗൈസ് നോക്കാം, അതിനകത്ത് നല്ല പുതിയ ഫാനാന്ന് പറഞ്ഞത്. പുതിയ ഫാനാ? ഓ പുതുപുത്തൻ ഫാന്. എത്രയാണ് അതിന്റെ MRP? ഇതിന് 4000 രൂപ കേട്ടോ. അതിനെത്ര ചോദിച്ചേട്ടാ? ചോദിച്ചേട്ടാ ഫാൻ എത്ര രൂപ ഏകദേശം അപ്രോക്സിമേറ്റ്? ട്രേഡ് സീക്രട്ട് ആണോ? ആയിക്കോട്ടെ. എത്രയാടാ? എല്ലാം പറിച്ചു കളഞ്ഞോ ഇയാള് കൊള്ളാലോ. ആണോ? ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഫാനാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഡബിൾ ഫാൻ ഏകദേശം ഇങ്ങനെ വരും കേട്ടോ. നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ വരും. ഉള്ളിലെ പണിയൊക്കെ തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഉള്ളിലൊക്കെ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്തു കേട്ടോ. ഇതൊക്കെ ഫിറ്റ് ചെയ്ത് ഇനി കവറും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഏകദേശം പരിപാടി. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ അടിയിലേക്ക് പോകുന്ന സെറ്റപ്പ് ചെയ്യുമായിരിക്കും കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഭയങ്കര വെള്ളം വീഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇന്നലത്തെ പോലെ തന്നെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വെക്കാണ്ട് ഒരു ദിവസം കൊണ്ട് ജോജാന് തരാമെന്ന് പറഞ്ഞാണ്. പക്ഷേ അപ്രോക്സിമേറ്റ് അതിൻ്റെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, നമുക്ക് ഇന്നലെ വണ്ടി കിട്ടിയില്ല. കാരണം അതിൻ്റെ ആ കണ്ടൻസർ വരാത്തതുകൊണ്ട് സാധനം കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് ഇപ്പം ഇന്നാണ് നമുക്ക് സാധനം കിട്ടാൻ. അല്ലേ ഗൈസ്? അപ്പോൾ നമ്മുടെ വണ്ടി പണിയാൻ വേണ്ടി കയറ്റിയേക്കണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവമുണ്ട്. അതായത് നമ്മുടെ ഈ കാണുന്ന സഫാരി ഇല്ലേ, ഈ സഫാരിയുടെ ഏകദേശം ഇപ്പം ഹാഫ് ടാങ്കായി വണ്ടി. ഹാഫല്ല, കാൽ ടാങ്കായി. അപ്പോൾ ഇതിൻ്റെ അതിൽ നിന്നൊരു സാധനം ഒഴിക്കണം. പമ്പിൽ നിന്ന് ഒഴിക്കാവുള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല, ഇവിടെ നേരെ പമ്പുണ്ടല്ലോ അടുത്ത്. ഇല്ല, പമ്പിൽ എത്താൻ നേരത്തെ ഒഴിക്കാവുള്ളത്. കുത്തിക്കലങ്ങുന്നു പറഞ്ഞാൽ ഇട്ടുന്ന വേസ്റ്റാന്ന് പറഞ്ഞത്. ആണോ? ഇന്നലത്തെ വീഡിയോ കണ്ടു നോക്കൂ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് ഒഴിക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം. കാരണം ഇതിന്റെ പരിപാടികൾ ഓരോന്നായിട്ട് ഇനി നടക്കാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്രോക്സിമേറ്റ് ഇന്ന് കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ഒന്ന് ചോദിച്ചോ. വേറെ കാര്യമുണ്ട് ഇവനെ. ഇന്ന് നമ്മുടെ കണ്ണൂരുള്ള ചേട്ടനാണ് നമ്മളിവിടെ കൊണ്ടുവിട്ടാക്കുന്നത്. ചേട്ടന്റെ പേര് ബാദുഷ് എന്നാണ് പേര്. പുള്ളി കണ്ണൂർ മട്ടന്നൂരുകാരനാണ്. അപ്പം നമ്മുടെ വർക്ക്ഷോപ്പിൽ പുള്ളി പണിയാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ആമരീസ് എന്ന് പറഞ്ഞാൽ ട്രാവൽസ് കമ്പനിയുടെ വണ്ടി കൊണ്ട് വന്നതാണ്. അവർ പുതിയ അർബാനി എടുത്തു. അപ്പോൾ അതിന് TB ക്യാബിൽ സംഭവങ്ങൾ പണിയാൻ വന്നത്. അപ്പോൾ ചേട്ടനോട് വർക്ക്ഷോപ്പിൽ ഇരിക്കും. ഞാൻ പറഞ്ഞു ചേട്ടാ എന്തായാലും ഞാൻ ഇത് ഓടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ചേട്ടന് തിരിച്ച് ഇത് എടുക്കാമെന്ന് ചോദിച്ചു സഫാരി. അങ്ങനെ ചേട്ടൻ ഞങ്ങളുടെ കൊടുത്ത് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പരിപാടി ചെയ്ത് തീർക്കട്ടെ. ജോജാനെ ഒന്ന് കീച്ച് വിട്ടില്ലെങ്കിൽ സാധനം കിട്ടും. ജോജാ എത്ര വീട്ടിൽ കിട്ടും? ഞങ്ങൾ എവിടെ പോകുന്നില്ല, ഇങ്ങോട്ടായിട്ട് വന്നാൽ വരാന്ന് പറഞ്ഞു ജോജേട്ടൻ. 1 മണിയായി. എന്റെ ജോജോ ചേട്ടാ ഇന്ന് സ്പീഡാക്കി പറഞ്ഞ വാക്കും പഴയ ചാക്കും 1 മണിക്കൂറിനുള്ളിൽ വണ്ടി തരും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ സൈനൂസിൽ പോകുന്നു. അപ്പോൾ സൈനൂസിൽ ഇതിന് മേടിക്കുന്ന സാധനങ്ങൾ ലിസ്റ്റ് ഇടുന്നു. അതിൻ്റെ ബ്രൗഷറും സാധനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ വിസയുടെ സാധനങ്ങൾ കൊണ്ടുണ്ട്. അതൊക്കെ ഉപ്പിടാനും കുറച്ച് പരിപാടിയുണ്ട്. നാളെ രാവിലെ ഇവിടുന്ന് നമ്മൾ വണ്ടി തിരിച്ച് പോണ്ടിച്ചേരിക്കോ ഇതിനാണ് പോകുന്നത് കേട്ടോ. സഫാരിക്ക് പോകണമെന്ന് വിചാരിച്ച് സഫാരിക്ക് പോകുന്നില്ല. ഇതാകുമ്പോൾ നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ആവും. പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. വീണ്ടും നമുക്ക് വന്ന് പണിയുള്ള സമയമുണ്ട്. വേറെ ഒരു കാര്യമുണ്ട്, ഇതിന് നമ്മള് ഒരു മെക്കാനിക്കും കൂടെ നമ്മുടെ കൂടുതലുണ്ടാവും. കാരണം വണ്ടിയുടെ ഡോക്ടർ കാര്യം എന്താന്ന് വെച്ചാല് AC ഡോക്ടറും കൂടെ തിരക്കണോ? നാളെ പുള്ളിക്ക് വെള്ളംകളിയുള്ളതാണ്. നാളെ വള്ളംകളിയുള്ളതാണ്. അതുകൊണ്ട് പുള്ളി വരികയല്ല. ഇത് കണ്ടോ, ഇവിടുത്തെ ഓരോ പുതിയ കട്ടൗട്ടറും സാധനങ്ങളൊക്കെ ബായി ഫിറ്റ് ചെയ്യാണ്. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഇത് പുതിയ കട്ടൗട്ടറാണ് ബൈ. ഇതിന് കണ്ടൻസറുള്ള ഈ 2 ഫാൻ ഉണ്ടല്ലോ. ഈ കാണുന്ന 2 ഫാനും പിന്നെ അതേപോലെ ഈ കണ്ടൻസർ മാറ്റണം. നല്ല രീതിയിൽ കൂളിംഗ് കിട്ടുന്ന ഇത് വെച്ച ട്രാവലറുകാർ എന്നോട് കുറേ പേര് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഇതിൻ്റെ അകത്തൊരു സംഭവിച്ചല്ലേ, ഇതാകെ 9 സീറ്റാണ്. ഇതിന് ഇത്രയ്ക്ക് ഏരിയ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ AC എന്ന് പറഞ്ഞ സംഭവിച്ചാൽ നമ്മൾ അത് വെക്കാൻ നേരത്തുള്ള വിഷയം
ഒന്ന് ഹൈറ്റിൻ്റെ പ്രശ്നം. ചില സ്ഥലത്തൊക്കെ ഇഞ്ചിനാണ് വണ്ടി കടന്നു പോകുന്നത്. അപ്പം അത് ഏകദേശം ഇത്രയും വരും, തട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കണ്ടെയ്നറിൽ നമ്മുടെ വണ്ടി കയറ്റാൻ നേരത്ത് ചെറിയ ഗ്യാപ്പിനെ കയറി പോവുക. പിന്നെ അടുത്ത കേസ് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ AC ഏതാണ്ട് 3-4 മണിക്കൂറൊക്കെ കിട്ടും. പ്രതീക്ഷേട്ടനോട് ഞാൻ ഇന്നലെ വിളിച്ചു വെച്ചാൽ പറഞ്ഞത് ഈ ക്യുക്കായിട്ടുള്ള കൂളിംഗ് ഇല്ല, സമയം എടുത്താണ് കൂളാകുന്നതെന്നാണ് പ്രതീക്ഷേട്ടൻ എന്നോട് പറഞ്ഞത്. 2 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആകുമ്പോൾ നല്ല അത്യാവശ്യം കൂളാകുമെന്ന് പറഞ്ഞു. പിന്നെ 3 മണിക്കൂർ പുള്ളി ബാറ്ററിയിൽ ഇട്ടിട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഏതാണ്ട് 60-65 രൂപയാവും ഫിറ്റ് ചെയ്യുമ്പം. നമ്മൾ ചൈനയ്ക്കാണ് പോകുന്നത്. ചൈനയിൽ 28,000 രൂപ 26,000 രൂപയ്ക്ക് സാധനം കിട്ടും. അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ചീപ്പായിട്ട് സാധനം കിട്ടാണ്ട്. അപ്പോൾ അവിടുന്ന് കയറ്റുവാണെങ്കിൽ ഞങ്ങൾ അവിടുന്ന് മലേഷ്യ 30,000 രൂപയുള്ളൂ. അതെ, ഫിറ്റ് ചെയ്ത് വരുന്നതിന്. ദൂരെ പഴയ വണ്ടിയാണെന്നറിയാമോ? എൻ്റെ അമ്മോ, പുള്ളിനെ സമ്മതിക്കണ്ടോ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്? AC ഓ ഗൈസ് നോക്കി, AC ഉള്ള അംബാസഡർ. എൻ്റെ പൊന്നെ, പ്രീമിയം. ഇന്ത്യയിലൊക്കെ നല്ല സെറ്റപ്പായിട്ട് പണിത കിടിലം വണ്ടി കേട്ടോ. എൻ്റെ പൊന്നെ നോക്കിയ നീറ്റ് ഇത് അംബാസഡർ സ്വിച്ചാ. ജോയിച്ചേട്ടാ, ഇത് ഓടിക്കാൻ നല്ല രസമായിരിക്കില്ലേ? ജോയിച്ചേട്ടൻ കേട്ടോ മുമ്പിൽ പോയാൽ നല്ല ഒന്നാന്തര ലാൻസറാണ് അത് കൊടുത്തിട്ട് ഈ കാണുന്ന സംഭവം എൻ്റെ വണ്ടിയുടെയാണ്. അതായത് അതിൻ്റെ AC സാധനങ്ങൾ ഒരേതേയും സംഭവങ്ങളും ആവാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ പഴയ കണ്ടൻസർ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞു പോട്ടോ. കരഞ്ഞു പോകുന്ന വെച്ചാൽ കരഞ്ഞു പോകും. കാരണം അരിപ്പ പോലും ഇങ്ങനെ ഓട്ടോ ആയിട്ടുണ്ടാവില്ല കേട്ടോ. അതെന്നാ ചോദിച്ചേട്ടാ ഇങ്ങനെ സംഭവിച്ചാ? ചോദിച്ചേട്ടാ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നാ ചോദിച്ചേട്ടാ? ഒരുപാട് വർഷമായില്ല പഴക്കം വന്നു. ഞാനും ചോദിച്ചേട്ടൻ നിന്ന് ഞാൻ ചോദിച്ചേട്ടൻ്റെ ഇവിടം വരുള്ളൂ. ചോദിച്ചേട്ടനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം അല്ലേ? ശരിയല്ലേ? ചോദിച്ചേട്ടൻ്റെ ഹൈലൈറ്റ് ചോദിച്ചേട്ടൻ്റെ മൂക്കും ഈ ഹൈറ്റുമാണ് അല്ലേ? ഇതൊക്കെ ഞങ്ങൾ കീച്ച് കൊടുക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ബായ് നീ ചിരിക്കുന്നോ? ഇനിയിപ്പോൾ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാണുന്ന എൻ്റെ ബസ്സിൻ്റെ ഒരു പാർട്ടായിരുന്നു കേട്ടോ. പുള്ളി ഞാൻ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ എടുത്തു വെച്ചാണ് ഈ കാണുന്നത്. ഇവിടെ അതിന്ന് കൊണ്ടുപോകണം. പിന്നെ മറ്റേ അതിന് ഇതാ കവറ്, മറ്റേ ഇത് വിൻഡ് തിരിക്കുന്ന സാധനം, പിന്നെ പൈപ്പ് അടിയിലേക്ക് വെള്ളം പോകുന്നത്. മുങ്ങണോ? ഇതിൽ വേണ്ട. ഗൈസ് ഫൈനലി ഫാൻ കയറ്റി, ഫാൻ വർക്ക് വെച്ച് നോക്കി. നല്ല വർക്കിംഗ് ആണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി പിന്നെ കൂളിംഗ് ഒക്കെ അത് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അറിയാൻ പറ്റുള്ളൂ. ഈ സാധനം ഫിറ്റ് ചെയ്തു കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലെ ചെറിയൊരു പരിപാടി. അയ്യോ എന്ത് ചെയ്യും ചേട്ടാ തണുപ്പ് കൂടിയിട്ട് അല്ലേ? ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു ഫീസ് തൂങ്ങി കിടപ്പുണ്ട്, അതുകൊണ്ട് റെഡിയാക്കി മതി കേട്ടോ പറഞ്ഞത്. ഇനി ഇതൊക്കെ ഒന്ന് ടാഗ് ചെയ്ത് ഈ കാണുന്ന വയറും സംഭവങ്ങളൊക്കെ ഒന്ന് ടാഗ് ചെയ്ത് വൃത്തിയാക്കി സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഈ ലൈനായിരുന്നു കേട്ടോ അന്ന് കത്തിപ്പോയത്, കത്തിക്കരിക്കും. അതൊക്കെ റെഡിയാക്കി ലെവലാക്കി എടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ സാധനം കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടിയിൽ ഗ്യാസ് കയറ്റാൻ വേണ്ടി പോവാണ്. അതായത് പിന്നെ ഗ്രില്ലും സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് കയറ്റി നമ്മുടെ ഉണ്ടായിരുന്ന ഗ്യാസ് മൊത്തം ഇറക്കി കേട്ടോ. അതായത് ഈ 3 കുറ്റി, അതായത് ഈ കാണുന്ന 3 കുറ്റി നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റും. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി ഏകദേശം പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. എന്നാണ് ജീവനെ അല്ലേ? 3,000 രൂപയാണ് നടക്കുന്നതിന്. 750 രൂപ. 750 രൂപ 3 കയറുമ്പോൾ എത്രയായി? 2,200 അടുത്തായി കേട്ടോ. 250 അടുത്തായി കേട്ടോ. ഫൈനലി AC പണി കഴിഞ്ഞ് വണ്ടി കിട്ടി. ഒരു വിധത്തിൽ ജോജയുടെ അടുത്തുനിന്ന് ഞാൻ വണ്ടി എടുത്തോണ്ട് വന്നു. ഇതിന് നേരെ സൈനൂസിലേക്കാണ്. സൈനൂസ് ചെണ്ടാണ് ബാക്കി പരിപാടി. ആദ്യം തന്നെ ഇതിന്റെ ബാക്കിലെ ഡോർ മുതൽ കുറേ സാധനങ്ങൾ എടുക്കാറുണ്ട്. പിന്നെ ഇതിന് കുറച്ച് ഇലക്ട്രിക്കൽ പണിയുണ്ട്. നാളെ പോണ്ടിച്ചേരിക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി അതെന്തായാലും ചെയ്തു തീർക്കണം. നാളെ ഓടാൻ നേരത്തെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഞാൻ ഇതിന്റെ ഫാൻ നോക്കിയതാ നോക്കൂ. ഈ കാണുന്ന വഴി കൂടിയാണ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. എയർപോർട്ടിന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ വന്നത്, അതിലാണ് പോകുന്നത്. ഇപ്പൊ ഇതിന്റെ സസ്പെൻഷനൊക്കെ നല്ല ഫീലിംഗ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ചൂട് കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഇനി ഇതിന്റെ വിഷയങ്ങള്. പിന്നെ ബ്രേക്ക് താഴെയാണ് ബ്രേക്ക് കിട്ടുന്നത് കേട്ടോ. അതായത് ബ്രേക്ക് താഴെ ചവിട്ടി കഴിഞ്ഞാൽ ഇതുണ്ടോ താഴെയാണ് ബ്രേക്ക് ഉള്ളത്. അപ്പൊ അതൊന്നും ഹൈറ്റ് ചെയ്തൊന്നും സെറ്റപ്പ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് പരിപാടി എന്തായാലും നാളെ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പരിപാടി ചെയ്യാണ്ട് കുറച്ച് പരിപാടികൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. വണ്ടി നോക്കണം, ബ്രേക്ക് ചാടൂന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനത്തിന് ലീഫ് അടിച്ചപ്പോ പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചത്തേന് വണ്ടി എടുക്കുക സൂക്ഷിക്കാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഫൈനലി ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ വന്നു. നമ്മൾ പറഞ്ഞ സാധനം ഈ കാണുന്ന ഇതിന് ഒഴിച്ചില്ലെങ്കിൽ വണ്ടിയുടെ ട്രൗസർ കയറും കേട്ടോ. ഏതാണ്ട് 1 ലിറ്റർ ഉള്ളൊരു സാധനമാണ് ഈ കാണുന്ന. ഈ സാധനം ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുന്ന സാധനം കേട്ടോ ഈ കാണുന്ന സാധനം. നേരെ ഈ കാണുന്ന ടാങ്കിലേക്ക് ഈ സാധനം ഒഴിച്ചു കൊടുക്കുക. സാധനം കത്തുന്ന പറഞ്ഞത് എന്നിട്ട് ഇനി ഫുൾ ടാങ്ക് എണ്ണയും കൂടെ അടിക്കുക. പരിപാടി കഴിഞ്ഞാൽ എണ്ണ അടിക്കുമ്പോൾ ഈ സാധനം കലങ്ങി എണ്ണേൻ്റെ അകത്തോട്ട് കീറുന്നാ പറഞ്ഞത്.
അല്ലേ? ഇതിനി ഇവിടെ മാറ്റി വെച്ചേക്കാം. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയും ചേട്ടനും വന്നു. പേരെന്നാ? പേരെന്നാ? നിവിത. ഇനി ഫുൾ ടാങ്ക് അടിക്കണം. വീട് എവിടെയാ? ആണോ? പണിയായിട്ടുണ്ട്. പണിയായിട്ടോ? ശരി, ഞങ്ങള് അടുത്ത മാസം നോക്കട്ടെ. ഓടിച്ചെല്ലണം. നോക്കും. ചേട്ടനോട് അടിക്കാൻ പറ്റണം. ഞാനിവിടെ ഉണ്ടാവും. പൈസ കൊടുക്കാനുള്ള ഞാൻ തന്നെ വരാം. ഇതിന്റെ അകത്ത് ഇനി എണ്ണ അടിക്കും, നേരെ കലങ്ങും കേട്ടോ. എത്ര രൂപ അടിക്കണം അതിനെ? ചേട്ടൻ ഒരു 3 രൂപ ഡീസല് പോരെ? മറ്റേ സാധനം എടുത്തല്ലോ. ഈ സാധനം ഇവിടെ 94 രൂപ 52 പൈസ. 2 രൂപ എങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് എണ്ണയ്ക്ക്. 2 രൂപ എങ്ങോട്ട് എണ്ണയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്. ആണോ? കൂടിയിട്ടില്ല, കുറേ കുടിച്ച് കുടി മതിയാവുന്നില്ല കേട്ടോ. ഒടുക്കത്തെ കുടി ചേച്ചി, ഒരു രക്ഷയില്ല. കണ്ണാടിയാ അങ്ങനെ ചേച്ചിക്കുണ്ട്, എനിക്കുണ്ട്. പോട്ടെ ഗൈസ്. നോക്കും ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിച്ചു. ഇതിനടിക്കുന്നില്ല കേട്ടോ. ഇതിന് നാളെ ഇതിനൊക്കെ അടിക്കുള്ളൂ. ഇത് ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങിയായിട്ട് വയ്ക്കണേ. ഇവിടെ താന്ന് വരണം ഇനി വണ്ടി ഓടുമ്പം. ഗൈസ് നോക്കും ഫൈനലി ഇനി നമുക്ക് നേരെ നജീബിയുടെ വർഷം പോവാം. പരിപാടികളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് തീർക്കാം. ലിബി അവിടെ എണ്ണ അടിച്ച് അവിടെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ലിബി ഓടി വരുന്നുണ്ട്. നമുക്ക് നേരെ ഇനി വിടാം കേട്ടോ. കാരണം സമയമില്ല. എല്ലാ കാര്യങ്ങളും പടപടയും തീർക്കണം. നമുക്ക് സമയം വളരെ കുറവാണ്. നാളെയാണ് നമ്മുടെ വിസയുടെ പരിപാടി കേട്ടോ. കമാൻ ഗൈസ്. നോക്കൂ ഫൈനലി ഞങ്ങൾ അങ്ങനെ ഷോപ്പിലെത്തി, അതായത് സൈനൂസിലെത്തി. നമ്മുടെ സഫാരിക്കുട്ടി ഇവിടെ ഉണ്ട് അല്ലേ? ഗൈസ് നോക്കൂ, നമ്മൾ അങ്ങനെ ചെറുക്കനെ ഇവിടെ കൊണ്ടുവന്നു. നജീബിക്കയും ആരും ഇവിടെ ഇല്ല. ഇനിയിപ്പം ഇതിൻ്റെ പണികൾ ഓരോന്നായിട്ട് എണ്ണം പറഞ്ഞ് പണിത് ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ എടുത്തു മാറ്റി അങ്ങനെ കുറേ പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. ഗൈസ് നോക്കൂ, അതേ സമയത്ത് ഈ കാണുന്ന ഇവര് ഞങ്ങളെ മലപ്പുറത്തുനിന്ന് കാണാൻ വേണ്ടി വന്നാണ്. പേരെന്നാ? സിനാൻ. പേരെന്നാ? നസീം. ഗൈസ് നോക്കൂ, രണ്ടുപേരും ഈ കാണുന്ന ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടിയുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതിൻ്റെ അകത്തൊരു 2-3 ഇലക്ട്രിക്കൽ പരിപാടിയുണ്ട്. നാളെ പോണ്ടിച്ചേരിക്ക് പോകേണ്ടതായിട്ട്. പിന്നെ ഇതിൻ്റെ ബാത്റൂമിലെ ഡോറ് പൊളിഞ്ഞു പോയിരിക്കുകയാണ്. അതെടുത്ത് പുറത്ത് വെക്കണം. പിന്നെ അതുപോലെ കുറച്ച് ഫിറ്റിംഗ് അങ്ങനത്തെ പരിപാടി. അതായത് നമുക്ക് നാളെ പോകുമ്പോൾ ബാറ്ററിയിൽ നിന്ന് ചാർജ് ചെയ്യുന്ന ഇൻവേർട്ടറിൻ്റെ സംഭവം, അതായത് ഫോൺ ചാർജ് ചെയ്യുന്ന സാധനത്തിൻ്റെ കണക്ഷൻ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ലൈറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിലെ പൊളിഞ്ഞ ഡോറെടുത്ത് പുറത്ത് വെക്കണം. പിന്നെ ഒന്ന് നീറ്റാക്കാനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പരിപാടി ഇതിൻ്റെ ചെയ്ത് തീർക്കാണ്ട്. പിന്നെ ഇന്ന് തന്നെ ഇതിൻ്റെ ബ്രൗസറും സംഭവങ്ങളൊക്കെ എഴുതണം. അങ്ങനെ കുട്ടി പരിപാടികൾ. പക്ഷേ അഖിൽ ഇന്ന് പോകും. അഖിലേ പോകുവാണോടാ? ടുഡേ കിतना बजे आप जाएगा? പോവാണോ? അഖിൽ ഇന്ന് പോവാണ്. നോക്കും, ഇതാണ് നമ്മുടെ വിസയുടെ സംഭവം. ഡ്രീം ലൈൻ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഫ്ലൈ എയർ കാർഗോയാണ്. ഇതാണ് നമ്മുടെ വിസയുടെ പേപ്പറും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ ക്ലൗഡ് ട്രാവൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലുള്ള നമ്മൾ ഇക്കമാരാണ് ഇത് നമുക്ക് ചെയ്ത് അയച്ചു തന്നെ. നാളെ ഇതുകൊണ്ട് പോകണം. നാളെ ഞാൻ ഇതിൻ്റെ സബ്മിഷനും സംഭവങ്ങളൊക്കെ. അപ്പോൾ അവരെ വിളിക്കേണ്ടതൊക്കെ ഉണ്ട്. കുറേ പരിപാടിയുണ്ട്. അപ്രോക്സിമേറ്റ് ഇതിൻ്റെ അകത്ത് ഒപ്പിടുക. പിന്നെ അതുപോലെ ഫൈനലി ഇതിൻ്റെ അകത്ത് കുറേ ഡോക്യുമെൻറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് കൊറിയർ പരിപാടിയായിരുന്നു. കൊറിയറിൻ്റെ ആളാണോ വന്നേ? അല്ലേ? ഗൈസ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കൊറിയർ കമ്പനി കേട്ടോ. ഈ കാണുന്ന കൊറിയർ കമ്പനി എന്ന് പറയുന്നത് എയർ കൊറിയർ. ഫ്ലൈറ്റ് ഓൺ വീൽ ഡ്രീം ലൈൻ. എനിക്ക് തോന്നി ഇത് നമ്മൾ എവിടുന്നോ നമ്മുടെ ഡൽഹിയിൽ നിന്ന് സാധനം കൊണ്ടുവന്നും ഈ ഫ്ലൈറ്റ് കൊറിയറിൻ്റെ അകത്താണ്. ആണോ? ഉറപ്പായത്. ഗൈസ് നോക്കൂ, എന്തായാലും സാധനം വന്നു. ഇനിയിപ്പം എന്നൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് വിളിച്ചു ചോദിച്ച സംഭവങ്ങൾ ചോദിക്കട്ടെ കേട്ടോ. ഗൈസ് നോക്കൂ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ SS നെപ്പോളിയൻ്റെ ഉള്ളിലാണ്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ കാറ്റ് കിട്ടുന്നതിൽ ഈ കാണുന്ന 2 സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടുന്ന് ഫാൻ വരും കേട്ടോ. അത് വർക്കായില്ലടാ. ഇത് വർക്കായിട്ടില്ല, അത് വേറെ സ്വിച്ചാണ്. അതേപോലെ തന്നെ ഇത് കേട്ടോ, ഇവിടുത്തെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ മേളത്തെ ഈ ഫാന് ഇത് വർക്കാവുന്നല്ലോ. വർക്കായോ? എന്റെ അടുത്ത് വർക്കായി. ആ ഒരു ഫാൻ വർക്കാവൂല, എന്താ കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ ഈ കാണുന്ന ഇതിന്റെ ഫുൾ AC വെച്ചു. ഇതിന്റെ ഇവിടെ വിൻഡോ വെക്കാണ്ട് കേട്ടോ. ഈ കാണുന്ന ഇവിടെ വിൻഡോ വെക്കാണ്ട്. ഇതുണ്ടോ, ഇവിടെ വിൻഡോ വെക്കാണ്ട്, ഇവിടെ വിൻഡോ വെക്കാണ്ട്. എണ്ണയില്ല, എണ്ണ എയറില്ല. എയറില്ലാത്തോണ്ട് എയർ കയറണം. ഇതിനകത്ത് യാത്ര ചെയ്യുന്നൊരു പ്രത്യേക ഫീലിംഗ് ആണ്. പക്ഷെ കൊണ്ട നടക്കാനുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ. വേറെ ഈ വണ്ടിക്ക് പ്രശ്നമുള്ള ഒരു കാര്യമല്ല. ചെലവ് കൂടുതലാന്നുള്ളൂ. നരി വണ്ടിയാ അല്ലേ? ഇവരെ പൊട്ടിക്കാൻ ഇനിഷ്യൽ പിക്കപ്പ് വേറെ ഒന്നിനും കിട്ടും. പക്ഷെ അങ്ങനെ നോക്കി നടത്തും മണി വണ്ടി. അതാണ് ഇതിന്റെ ഒരു വേറെ പ്രശ്നം. എയർ കയറ്റട്ടെ, എയർ കയറ്റിയില്ലെങ്കിൽ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ഇരിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് നോക്ക്, ഞാൻ എന്നെ ഈ വണ്ടിക്കകത്ത് കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ്, സത്യം പറഞ്ഞാൽ നേരത്തെ ചെയ്യേണ്ടായിരുന്നു, നമ്മൾ ഇതിനകത്ത് AC കയറ്റി കേട്ടോ. AC കയറ്റി കഴിഞ്ഞപ്പം നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. അത്യാവശ്യം ലോങ് ഒന്നും പോകാൻ വേണ്ടി നമുക്ക് പേടിക്കുക വേണ്ട. നമുക്ക് നല്ല സെറ്റപ്പായിട്ട് പോയി വരാൻ പറ്റും.
പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇനി ഈ വണ്ടിയുടെ ലക്ഷറി ടാക്സ് നമുക്ക് അടയ്ക്കാനുണ്ട്, ഇതിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കാനുണ്ട്, പിന്നെ ട്രാവലറിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കാനുണ്ട്. ഈ അതിൻ്റെ ലക്ഷറി ടാക്സ് അടയ്ക്കാനില്ലേ? ഇൻഷുറൻസും ഉണ്ട് അല്ലേ? ഇത് കണ്ടോ, ഈ കാണുന്ന ഈ സ്വിച്ച് ഇതിങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് 3 തിരി AC കിട്ടും. അടിപൊളി തണുപ്പായി കിട്ടില്ല തണുപ്പാണ്. ഇതുണ്ടോ, ഇതിനകത്ത് എയർ വരുന്നുണ്ട്. ഇതുണ്ടോ ഇതിനകത്ത് നല്ല കിട്ടില്ല തണുപ്പ് എയർ വരും. ഇതിന്റെ ഒരു വിൻഡും കൂടെ റെഡിയാക്കിയാട്ടോ. കുറെ പേര് AC ഫിറ്റ് ചെയ്തിട്ട് വേറെ കാര്യമുണ്ട് ഇവനെ. ഇത് ബില്ല് നമുക്ക് കിട്ടിയില്ല. ആ ബില്ല് നമുക്ക് വാങ്ങി വെക്കണം അല്ലേ? നല്ല കൂളിംഗ് നല്ല കിട്ടില്ല കൂളിംഗ് കേട്ടോ. നല്ല സെറ്റപ്പ് കൂളിംഗ് ആണ്. ഒട്ടും പ്രതീക്ഷയല്ല സക്സസ് ആവുന്നുള്ളൂ. ഇത് തന്നെ സംഭവം കുറച്ചുകൂടെ പണിയുണ്ട്. ഇതിന്റെ ഇതിന്റെ അകത്ത് പുറത്തോട്ട് വെള്ളം പോയി സംഭവം ചെയ്യാണ്ട്, പിന്നെ അതുപോലെ ഇതിന്റെ വിൻഡ് അതുപോലെ അങ്ങനെ കുറച്ചൊന്നും വരാൻ ചെയ്ത് തീർക്കണ്ടല്ലോ. ഇത് ഓമിനിയിലെ AC ആണ് നമ്മൾ ഇതിന്റെ അകത്ത് കയറ്റി ആക്കുന്നത്. ഈ 1 വർഷം 1.5 വർഷത്തോളം ഉപയോഗിക്കാതെ അതിൻ്റെ അകത്ത് ഇരിക്കുമായിരുന്നു കേട്ടോ AC. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടായിരുന്നു. മണ്ടത്തര കുറെ കാര്യങ്ങൾ കാണിച്ചേ, അത് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം ഓമിന് വന്നപ്പോ അവരിങ്ങ് ഊരി തന്നു അല്ലേ, നമ്മളിങ്ങനെ കൈയോടെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരാൻ നേരത്ത് ആദ്യം മുതലത്തെ പരിപാടി, അതായത് നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ പണി ചെയ്ത് തീർക്കാണെന്നുള്ളതാണ് ഞാൻ പറയണേ. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഇങ്ങോട്ട് വരാൻ നേരത്ത് ഈ കാണുന്ന സൈഡ് മൊത്തം ഇടിച്ച് പൊളിഞ്ഞ് നശിച്ച് നാരണക്കല്ലായി പോയതാണ്. ഇത് മൊത്തം ഈ ലെവലിൽ ശരിയാക്കണം. ഇത് കണ്ടോ, ആ ഇടിയിൽ ഈ കാണുന്ന ഇവിടുത്തെ ജോയിന്റ് വിട്ടുപോയിട്ട് നമ്മളിവിടെ സ്ക്രൂ അടിച്ചു വെച്ചാക്കുന്നതാണ്. ഈ കാണുന്ന സ്ക്രൂ ശരിയാക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ഇപ്പുറത്തോട്ട് വരാൻ നേരത്തെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഒരു അന്നത്തെ ആ ഒരു തട്ടിലൊരു ചെറിയ ഇത് പറ്റി. പിന്നെ ഇത് ഈ കാണുന്ന ഗ്രില്ല് കണ്ടോ, ഈ അടിയിൽ കാണുന്ന ഗ്രില്ല്, ഈ കാണുന്ന ഗ്രില്ല് മൊത്തം പോയിരിക്കും ടാഗ് ചെയ്ത് വെച്ചേക്കാം. അത് മാറ്റണം, അതിൻ്റെ പരിപാടി ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ വരാൻ നേരത്ത് ഈ കാണുന്ന ഡോറിനൊരു നല്ല ഗ്യാപ്പ് കാണാം. ഇതുകൊണ്ടോ നല്ല ഗ്യാപ്പുണ്ട്. ഈ ഡോറ് അഴിച്ചെടുത്തിട്ട് ഇത് ഫുള്ളൊന്ന് ലെവലാക്കി എടുക്കണം. പിന്നെ ഇത് കേട്ടോ, ഇതിൻ്റെ ഇപ്പുറത്തെ ഈ ഒരു സൈഡിലേക്ക് വരാൻ നേരത്തെ ഇത് കേട്ടോ, ഇവിടെ ഫുള്ള് പെയിൻറ്റ് പോയി. ഈ പെയിൻറ്റ് റെഡിയാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന പവർ വിൻഡോ വർക്കാവില്ല. ഈ കാണുന്ന പവർ വിൻഡോ നമുക്ക് റെഡിയാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം ജോജോ ചേട്ടൻ്റെ അടുത്ത് AC പണിതു. AC പണിത് കഴിഞ്ഞപ്പം ഈ സാധനം ശരിയായിട്ടില്ല. ഇതുണ്ടോ, ഇത് നമുക്ക് ശരിയാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സീറ്റ് ബെൽറ്റുകളെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കണം. കാരണം സീറ്റ് ബെൽറ്റിനൊക്കെ കുറേ അപാകതകളുണ്ട്, അത് റെഡിയാക്കണം. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ വണ്ടി ഇറങ്ങാൻ നേരത്തെ ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ലൈറ്റ്, ആ കാണുന്ന ലൈറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്, അത് റെഡിയാക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ പല പല പോറുകളും സംഭവങ്ങളുണ്ട്. ഇനി വണ്ടിയുടെ സൈഡിലേക്ക് വരുന്നത് ഇത് കണ്ടോ, ഇവിടുന്ന് ഇപ്പോൾ ലീഫ് അടിച്ച് പൊക്കിയതിൻ്റെ എല്ലാം ഇങ്ങനെ പൊങ്ങിയിരിക്കും കേട്ടോ. എല്ലാ ഭാഗങ്ങളും ലീഫ് അടിച്ച് പൊക്കിയതിൻ്റെ അത് പൊങ്ങിയിരിക്കുകയാണ്. അതൊക്കെ ഇനി ഓടി താന്ന് പറഞ്ഞാൽ ഈ ബീഡിങ്ങുകളൊക്കെ നമുക്ക് ലെവലാക്കി എടുക്കാണ്ട്. ഈ കാണുന്ന ബീഡിങ്. പിന്നെ ഈ ക്യാമറ വർക്കിംഗ് ആണ്, പക്ഷേ ഇതിന് സ്ക്രീൻ ഇല്ല എന്നുള്ളൊരു വിഷയമുള്ളൂ. അപ്പോൾ ആ സ്ക്രീൻ റെഡിയാക്കി എടുക്കണം. പിന്നെ അതേപോലെ ബേക്കിലേക്ക് വരാൻ നേരത്ത് നമ്മളന്ന് ലാവോസാണോ കംബോഡിയ ആയിരുന്നോടാ? കംബോഡിയ അല്ല, ലാവോസിലായിരിക്കും. ലാവോസിലാണ് ചൈനീസ് വണ്ടി വലിച്ചപ്പോൾ ഈ കാണുന്ന സാധനം കണ്ടു, ഇത് വളഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന സാധനം വളഞ്ഞു പോയത് അത് റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലാണ് അന്ന് ചളുങ്ങിപ്പോയ സാധനം. അത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഈ സാധനം കണ്ടോ, ഇത് ഫുള്ള് പ്ലാസ്റ്റിക് കൂടും. പിന്നെ അതേപോലെ തന്നെ സിലിക്കോണൊക്കെ അടിച്ച് വെറുതെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുന്നതാണ്. ഈ കാണുന്ന ഇത് മൊത്തം തല്ലിപ്പൊളിഞ്ഞ് പോയതാണ്. ഈ കാണുന്ന സാധനം നമുക്ക് ശരിയാക്കി എടുക്കണം. ഇത് മസ്റ്റായിട്ട് ശരിയാക്കി എടുക്കുന്ന സംഭവമാണ്. കാരണം ഇല്ലെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കയറും. അതേപോലെ അന്നത്തെ അടിയിൽ ഇവിടെ കുറേ ഭാഗങ്ങൾ ചളുങ്ങിയിരിപ്പുണ്ട്. ആ ഭാഗങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അല്ലാതെ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ ചളുക്കിയിട്ടിട്ടുണ്ട്, അത് റെഡിയാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിക്ക് ഒരു റൂഫ് റെയിൽ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും. അതൊക്കെ അന്നത്തെ ഇടിക്ക് മൊത്തം പൊട്ടിപ്പോയതുണ്ടോ. കമ്പിക്കടിക്കാന്ന് ഫൈബർ നമുക്ക് ആ ഉദ്ദേശം വന്നിട്ട് കിട്ടൂല. അവർ ഇതേപോലെ കമ്പി വളച്ചിട്ട് കമ്പിയിലാക്കാന്ന് പറഞ്ഞേക്കാം. ആ സംഭവം ആ കാണുന്ന സംഭവം അത് നമുക്ക് ചെയ്യാനുണ്ട്. അത് മസ്റ്റ് സംഭവമാണ്. പുറത്തെ ഏകദേശം കാണിച്ചെന്ന് തോന്നുന്നു. അതായത് ഇനി ഇതിന്റെ അടിഭാഗത്ത് കുറച്ച് പരിപാടിയുണ്ട്, വയറിങ്ങിന്റെ പരിപാടിയുണ്ട്. പിന്നെ അതേപോലെ ടാങ്കുകളുടെ പരിപാടി. ബാത്റൂമിന്റെ മെയിൻ ആയിട്ട് വന്ന പൈപ്പ് നേരെ ഇട്ടു. അതായത് ബാത്റൂമിന് അവിടുന്ന് പിന്നെ വെള്ളം താഴോട്ട് വരുന്നതിന്റെ ഒരു ചെറിയ പിന്നെ തടസ്സമുണ്ട്. പിന്നെ ബാത്റൂമിന് ചെറിയൊരു ലീക്ക് ഇത് കാണുന്നുണ്ട്, അത് ചെയ്യണം. പിന്നെ ഈ കാണുന്ന വണ്ടിയുടെ ബാത്റൂം എടുത്തിട്ട് ഇത് കണ്ടോ, നമ്മുടെ SS അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ SS കിടക്കുന്ന ബാത്റൂമിൻ്റെ സാധനങ്ങൾ ഒരു ഇതിലേക്ക് ഇടണം. കാരണം ഇനി ബാത്റൂമിൻ്റെ സാധനങ്ങൾ നമ്മൾ അന്വേഷിക്കാൻ നടപടിയാകുന്ന കേസില്ല. പക്ഷേ നമുക്ക് പുറത്ത് പോകാൻ നേരത്തെ ഈ സാധനം സുലഭമായിട്ട് കിട്ടും. അപ്പോൾ അവിടുന്ന് മേടിച്ചാൽ മതി. അതിനുവേണ്ടി മേടിച്ചുകൊണ്ട് വരുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ പോകാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് ഇതിൻ്റെ ബാത്റൂമിൽ ഇടണം. ഇതിൻ്റെ പോയതൊക്കെ ഇപ്പോൾ താൽക്കാലികം അതിൻ്റെ അകത്ത് ഇടുക. കാരണം അതിൻ്റെ ഒരു ക്ലിപ്പയിലേക്ക് ഇങ്ങനെ ഒരു സാധനമുണ്ട്, അത് ഇടാൻ നേരത്തെ അതിങ്ങനെ ലൂസായി ഇറങ്ങിപ്പോവും. ഇതിൻ്റെ തന്നെ വിഷയം എന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ കൊൽക്കത്തയ്ക്ക് മിസോറാമിൽ നിന്ന് കൊൽക്കത്തയിൽ ഇച്ചിരി വേഗത്തിൽ ചെല്ലാൻ പറ്റിച്ച വേഗത്തിൽ പോയപ്പോൾ നമ്മളുള്ള കട്ടറൊക്കെ അടിച്ചടിച്ച് ഇതിൻ്റെ അകത്ത് മോട്ടർ അടിച്ചടിച്ച് ചളുങ്ങിപ്പോയിട്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ലീക്കുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്, അത് നമുക്ക് മാറ്റിയെടുക്കണം.
പിന്നെ ഇനി ഉള്ളിലേക്ക് വരാൻ നേരത്തുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിൽ പോകുമ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഹീറ്റർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം വീട്ടിൽ പോകാൻ നേരത്ത് നമ്മൾ ഹീറ്റർ എടുത്തുകൊണ്ട് വരും. ചെരുപ്പൊക്കെ ഊരിട്ടാ കേട്ടോ. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ ഹീറ്റർ എടുത്തുകൊണ്ട് വരും. ആ ഹീറ്റർ നമുക്ക് ഈ കാണുന്ന വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്യണം ഒരു സേഫിന് വേണ്ടി. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ നേരത്ത് ഈ കാണുന്ന ഇവിടെയൊക്കെ ഇച്ചിരി സ്പേസ് ആക്കി എടുക്കണം. ഇതൊക്കെ എന്തെങ്കിലും ചെയ്തെന്ന് സാധനങ്ങൾ വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. ഇത് നമുക്ക് ഫ്ലൈവുഡ് പോലെ അടുപ്പിച്ചാലോ അവനെ? ഒരു ഫ്ലൈവുഡ് പോലെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ താഴോട്ട് വീഴുക പേടി വേണ്ട. പിന്നെ ഇനി വരാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് പാട്ട് വെക്കാൻ നേരത്ത് മറ്റേ റേഡിയോക്ക് അകത്ത് വെക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്പീക്കർ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. വേറെ നല്ല സ്പീക്കർ, കമൗണ്ട് സ്പീക്കറുള്ള സാധനങ്ങൾ. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പെട്ടികളൊക്കെ ഉണ്ടോ, ഈ കാണുന്ന പെട്ടികളൊക്കെ ഫുൾ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന പെട്ടികളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ അകത്തൊക്കെ എമ്പടി സാധനങ്ങളുണ്ടോ. ഇത് കണ്ടോടാ, കുറെ സാധനം ഞാൻ കൊടുത്തു വരാം കഴിഞ്ഞ ദിവസം കുറെ സാധനം കൊടുത്തു. അയ്യോ, ഇതിനകത്ത് എന്തോരം സാധനങ്ങളാന്ന് നോക്കിയേ. എന്റെ പൊന്നെ, ഇത് തായ്ലൻഡിൽ നിന്ന് മേടിച്ചാണല്ലോ. തായ്ലൻഡ് ആണോ? പ്ലസ് അല്ലേ? തായ്ലൻഡ്. ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ മസാലകളും സാധനങ്ങളും ഉണ്ട്. ഇതിന്റെ അത് പാത്രം ഉണ്ടോടാ? പാത്രം ഉണ്ടാവൂല. പാത്രമല്ല അമ്മ എടുത്തിട്ട് പോയി കാണും. ഇത് ഫുള്ള് കംപ്ലൈന്റ് ആ പാത്രം ഇല്ല. ഇതെല്ലാം റെഡിയാക്കി എടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ UPS, ഈ കാണുന്ന കറണ്ട് കിട്ടുന്ന UPS, ഇത് റെഡിയാക്കി എടുക്കണം. ഇത് റെഡിയാക്കി എടുക്കുന്ന ആളാണ്. എവിടെ എന്റെ ആൻഡ്രസ്റ്റ് അവിടെ ഉണ്ടോ നോക്കി? ഈ തല വെക്കുന്ന സാധനം കാണുന്നില്ല. അതിന്റെ അതില്ല. എവിടെ പോയെ? ഇല്ലല്ലോ. ഇല്ല എന്നാ പ്രിൻസേട്ടൻ എടുത്തുണ്ടാവും ചോദിക്കണം. പ്രിൻസേട്ടൻ എടുത്തുണ്ടാവും ചോദിക്കണം. അഖിൽ കുറെ നാളെ എന്നോട് ഒരു ഗ്ലാസ് ചോദിക്കുന്നു. ഇത് അഖിൽ കൊടുത്തല്ലേ ദീപി? ഇത് നമ്മൾ അവിടുന്ന് മേടിച്ച സാധനമല്ലേ, കംബോഡിയ. ഇത് കണക്ട് ചെയ്യുന്നപ്പോ ഇത് കണക്ട് ചെയ്യുന്നതാടാ. ആണോ? അതയക്കുന്നല്ലേ? ഇവനെ ബേക്കിൽ അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഇവനെ ഈ സാധനം അല്ല, ഈ സാധനം പറഞ്ഞ് ഒപ്പിക്കണം. അല്ല തലവേദന എടുക്കും. അല്ല പുറത്തിന് വേദന. ഈ സാധനം ആ മൂലയ്ക്ക് ഉണ്ടോന്ന് നോക്കി. ഏതാ ആ മൂലയ്ക്ക് ഉണ്ടോന്ന് നോക്കി. ഈ സാധനം എവിടെ നോക്കി? ഇല്ലല്ലോ. ഇല്ല. മിസ്സായി. ഈ കാണുന്നത് ഇത് ബോണറ്റ് പിടിപ്പിക്കാനുള്ള കേട്ടോ. ഈ സാധനം ബോണറ്റിൽ ഇന്ന് രാത്രി പിടിപ്പിക്കണം. അതിവിടെ വച്ചേക്കാം. ഇതിനി എവിടെ നിന്ന് കിട്ടും? കുത്തിക്കുന്ന സാധനം നമ്മൾ ഇവിടെ നിന്ന് ഒപ്പിക്കും. ആണോ? നമ്മുടെ കളി ഈ സാധനം ഫ്രണ്ടിലേക്ക് വെച്ചാൽ കേട്ടോ. ഏതാ? ഇതല്ലേ? അത് നമുക്ക് ഫോൺ വെക്കുന്ന സാധനമാണ്. ആ കാണുന്ന സാധനം കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അഖിലെടുത്ത് ഗ്ലാസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ കുറെ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതൊക്കെ നമുക്ക് തരത്തിനനുസരിച്ച് ഓരോ സെറ്റപ്പ് ചെയ്യാം. ഇത് കേട്ടോ, ഈ കാണുന്നതിൻ്റെ അകത്ത് കറണ്ട് കിട്ടുന്ന നോക്കാം. കാരണം നാളെ നമ്മൾ പോകാൻ നേരത്ത് കറണ്ട് നമുക്ക് മസ്റ്റാണ്. അപ്പോൾ കറണ്ട് കിട്ടിയില്ലെങ്കിൽ പണി പാളും. എന്തൊരു സാധനം ഇല്ല, മറ്റേ ബസ്സിൻ്റെ അകത്തുണ്ട് പുതിയത്. എന്നാ ഈ സാധനം കുത്തുന്ന സാധനം പുതിയത് മേടിച്ചു നോക്കൂ. നാളെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കേട്ടോ. കറണ്ടൊക്കെ ഓണാക്കി നോക്കുമ്പോൾ അറിയാം. എന്നാൽ പിന്നെ അത് കണക്ട് ചെയ്യണ്ടല്ലോ. കറണ്ട് വേരിയേഷൻ ഉണ്ട് ചെറുതായിട്ട്. ഗൈസ് നോക്കൂ, ചെറിയ വേരിയേഷൻ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഓക്കെ കേട്ടോ. ആ സംഭവം ഓക്കെയാണ്. ഇത് ഓഫ് ആക്കിയേക്കാം അല്ലടാ. ആ സാധനം റെഡി. പിന്നെ ഇനിയിപ്പോൾ മെയിൻ ഒരു ഇതിൻ്റെ അകത്തൊരു സംഭവിച്ചു. ഇത് എന്തായാലും ഇന്ന് ഫിറ്റ് ചെയ്യൽ നടക്കൂല. ഈ കാണുന്ന സാധനം എന്തായാലും ഇന്ന് ഇവിടെ ഫിറ്റ് ചെയ്യൽ നടക്കൂല. ഇതൊക്കെ അടുത്ത ദിവസങ്ങളിലേ നടക്കുള്ളൂ. ഇതെങ്ങനെ ഇറക്കൂടാ? ഇവനെ താഴോട്ട് ഇറക്കി ചെരിച്ച് ഇറക്കണം. അത് ബേക്ക് തുറക്കണം. എന്നാൽ സിമ്പിൾ ആയിട്ട് ഇറക്കാം. ഇല്ല, ബേക്ക് തുറക്കാൻ പറ്റൂല. ഇല്ല, ക്ലോസ്ഡ് ആണോ? അതെങ്ങനെ ഇറക്കുമല്ലോ? അത് ചെരിച്ചെന്നെ കണ്ട അവന് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ അത് അങ്ങനെ ഇരിക്കാൻ പറ്റൂലെന്നേ. അല്ല, വൈകിട്ട് അവരെയും കൂടെ കൂട്ടിയിട്ട് ഇറക്കാം. അത് ഒരു ചെരിച്ച് ഇറക്കണം. അത് കാണുന്ന ഇതിന്റെ ഉള്ളൊക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചേക്കാണ്. ഈ ടാപ്പ് പോയി. ഈ കാണുന്ന ടാപ്പ് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ അകത്ത് വെള്ളം വരുന്നില്ല. ഇത് ഞാൻ മോട്ടർ ഓൺ ആക്കി നോക്കിയത്. ഈ ക്ലോസറ്റ് കംപ്ലൈൻ്റ് ആണ്. ഇത് കണ്ടോ, ഇത് ഓൾറെഡി കംപ്ലൈൻറ്റ്. ഇത് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് നല്ല സാധനം അതിൻ്റെ അകത്ത് ഇടുന്നു. അതിൻ്റെ അകത്ത് നല്ല സാധനങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ നല്ല AC ഒക്കെ കറക്റ്റ് കേട്ടോ. ഇവിടെയൊക്കെ എന്നാ ഉള്ളത്? ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും തപ്പി ഇറക്കി. ചില്ലറ പൈസ ഒരു പോലും ഇല്ല. എല്ലാ രാജ്യവും ഞാൻ തപ്പി ഇറക്കി. അത്രയുള്ള സംഭവങ്ങൾ. വേറെ പിന്നെ ഇതിൻ്റെതായിട്ട് പറയാനായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ചുകൂടെ സാധനങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയെ കയറ്റുന്നത് ഗൈസ് നോക്കൂ. അതായത് നമ്മൾ ഈ കാണുന്ന വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ മോട്ടർ ഓൺ ചെയ്ത സമയത്ത് ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ കണ്ടോ, ഇത് ഫുള്ള് വെള്ളം ലീക്ക് ആയിട്ട് ഈ കാണുന്നത്. ഇതിന്റെ ഉള്ളിലൊക്കെ കുറേ സംഭവങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാണ്ട്. ഇത് ബാത്റൂം ഒന്നും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. വന്നിട്ട് ശരിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാണുന്ന ദിസ് ഈസ് കംബോഡിയൻ ഒക്ല ഇൻ അഖിൽ. എവിടെയാ? ഇവിടെ എനിക്ക് അപ്പുറം ആയിരിക്കുമോ? ഞാൻ എൻ്റെ അഖിലിന് വേണ്ടി കംബോഡിയയിൽ നിന്ന് കൊണ്ടുവന്ന കൂളിംഗ് ഗ്ലാസ് നിനക്കായി. ഓക്കെ, താങ്ക് യു. ഗൈസ് നോക്കൂ, ഇറ്റ് ഈസ് വെരി ഗുഡ്. പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് മറ്റേതാണല്ലേ 10 രൂപ നോക്കൂ. അതായത് നമ്മുടെ സഫാരി ഒന്ന് കഴുകണം. നല്ല കുട്ടപ്പനായിട്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഫയർ റെസിസ്റ്റേഷൻ അടിച്ചതിന് ശേഷം
എന്ത് പറ്റി, അതായത് വണ്ടിക്ക് പിന്നെ ഫുള്ള് ഇതുകൊണ്ടോ ഇതേപോലെ ഫുള്ള് വെള്ളപ്പൊടിയായിട്ടോ. അപ്പോൾ ഈ വെള്ളപ്പൊടി പോകണമെങ്കിൽ ഇപ്പം കഴുകിക്കൊണ്ട് വരണം. ആ ടാറ്റാ ഡീസൽ വാഷ് ചെയ്യൂലേ? വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, സോപ്പ് ഒഴിക്കണ്ട. സോപ്പ് വേണ്ട, വെള്ളം മതി. ഡീസല് പേരിന് കേട്ടോ, ഇന്റീരിയർ ക്ലീൻ ആക്കണ്ട, പക്ഷെ വൃത്തിയായിക്കോട്ടെ കേട്ടോ. ബില്ല് വേണ്ട, പോവാണേ, ശ്രദ്ധിച്ച് ഓടിക്കണേ, ഒന്നും കൊഴിഞ്ഞു പോയാക്കരുത്. അതിന്റെ താക്കോല് അത് ഇത് സെൻട്രൽ ലോക്ക് നോക്കെ, അത് ശ്രദ്ധിച്ച് ഓടിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? കൊഴിഞ്ഞു പോയാക്കരുതൊന്നും. അതൊക്കെ വെള്ളം അടിച്ചാൽ മതി, സോപ്പ് ഉണ്ട്, പക്ഷെ പറഞ്ഞോട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് വൃത്തിയായിക്കൊണ്ട് പറ്റും. നമ്മുടെ വണ്ടിയിലേക്ക് മേടിച്ച് കുറച്ച് സാധനങ്ങൾ ഈ വണ്ടിയിലുണ്ട്. ഒന്ന് ഈ കാണുന്ന വേൾഡ് ടെക്കിൻ്റെ ഡിസ്പ്ലേ ആയിട്ടോ, അതായത് നമ്മുടെ CCTV മൊത്തം കിട്ടുന്ന ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. പിന്നെ ഇതിൽ റിവേഴ്സും കിട്ടും. അപ്പോൾ അതുകൊണ്ട് മേടിച്ചാണ് ഈ കാണുന്ന സാധനം. നേരത്തെ നമ്മുടെ വണ്ടിക്ക് ഇത് വെച്ചിരുന്നു, പക്ഷേ അത് പോയി. ഇത് 4.3 2023 സീരീസ് സാധനമാണ്. അത്യാവശ്യം നല്ല LED ആട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇത് കണ്ടോ, ഈ കാണുന്ന ഇതിൻ്റെ ഒരു ക്യാമറ ഉണ്ട്. ഈ കാണുന്ന ഇതിന് ആ ക്യാമറയ്ക്ക് വലിയ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന ക്യാമറ മാറ്റിയിട്ട് ഈ കാണുന്ന ക്യാമറ നമുക്ക് ഫിറ്റ് ചെയ്യണം. അത് മെയിൻ ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്, വേറെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ പിന്നെ സാധനങ്ങൾ ഒന്ന്. പിന്നെ അതേപോലെ ഇതാണ് ആ സ്പീക്കർ കേട്ടോ. ഇത് അടിപൊളി സാധനമാണെന്നാണ് പറഞ്ഞത്. നല്ല കിടിലൻ വോക്കൽ കിട്ടുന്ന നല്ല കിടിലൻ സ്പീക്കറാണ്. അപ്പോൾ ഈ സ്പീക്കർ നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, അതായത് അതിൻ്റെ അകത്ത് വെക്കാനുള്ളതാണ്. ഞങ്ങൾ 2 പേരുള്ള 2 സ്പീക്കർ. അതെ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള സ്പീക്കർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്യണം. നല്ല വോക്കൽ കിട്ടുന്ന സ്പീക്കറാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വെച്ചാക്കുന്നത്. ഇത് നല്ല സെറ്റപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതും നമുക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഉള്ളതിൻ്റെ എല്ലാം സൈസ് കുറയ്ക്കാനുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഹായ്, എന്നാടാ ചെണ്ടയാണടാ? ഇതാണ് അഖിൽ. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കും ഒന്നും അറിയാത്ത കാരണം കുഴപ്പമില്ല അല്ലേ? കൈസിരി ഞാൻ അതാട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അർബാനിയ 17 സീറ്റ് ചേട്ടനല്ലേ കൊണ്ടുവന്നത്? ചേട്ടൻ കൊണ്ടുവന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ രജിസ്ട്രേഷൻ ആണ് 78 ഇരട്ടി രജിസ്ട്രേഷൻ ആക്കാണെന്ന വണ്ടി. ഇന്ന് വൈകുന്നേരം അഖില് പോകുന്നുണ്ട്, ആ വണ്ടി പോകും. അപ്പോൾ വണ്ടിക്ക് സാധനം വെക്കാൻ പറ്റില്ല. ഹായ് മൈ SS നെപ്പോളിയൻ. കുറച്ച് ദിവസം പരിപാടി ഉണ്ട് കേട്ടോ, ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് വേണം പോകാൻ വേണ്ടി. ഈ കാണുന്ന ഇവിടുത്തെ കവറൊക്കെ പോയി ഇതെല്ലാം ലെവലാക്കി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ എല്ലാം ചെയ്യണം കേട്ടോ. ഇതിൽ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, എല്ലാം ഇപ്പം വണ്ടിയിലേക്ക് വെക്കട്ടെ കേട്ടോ. അതിൽ ഞങ്ങൾ വണ്ടിക്കുള്ളിൽ കയറി ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പം കുറേ പേര് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിന് സംഭവിച്ചത് കഴിച്ച് നോക്കൂ. അപ്പം ഈ കാണുന്ന ഇതിനൊക്കെ കുറേ പേര് പറഞ്ഞു തന്നു. ഈ കാണുന്ന സാധനം ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, നിങ്ങൾ അറിവ് അങ്ങനെ കിട്ടി. ഇത് ഇവിടുന്ന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേറെ സാധനം ഇതുണ്ടോ ഇതേപോലെ ഇത് ഊരിയെടുത്തിട്ട് വേറെ ഇതേപോലെ സാധനം മേടിക്കാൻ കിട്ടും. അത് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പറഞ്ഞ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഈ സാധനം ഞാനിപ്പം ഉരിത് മാത്രമേ ഓർമ്മയുള്ളൂ, എങ്ങനെ അടച്ചു വെക്കേണ്ടതെന്ന് ഇപ്പോൾ അറിയില്ല. എങ്ങനെ പിന്നെ അടച്ചു വെക്കാം കേട്ടോ. ഈ സംഭവം എന്തായാലും ഇത് ഞാൻ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം സെറ്റാണ്. അപ്പോൾ അത് പറഞ്ഞു തന്നു. ഇനി നമ്മുടെ യാത്രയുടെ മെയിൻ സാധനമാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഇതിലാണ് ഇനി എല്ലാം കളി. ദൈവാനുഗ്രഹം പോലെ ഇരിക്കും എങ്ങനെയാണെന്നുള്ളത്. ഗൈസ് ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 8-9 ഒരാഴ്ചയ്ക്ക് ഇപ്പം നമുക്ക് വിസ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്കും ഇന്നിപ്പം ഡേറ്റ് കറക്റ്റ് പറയുകയാണെങ്കിൽ കറക്റ്റ് ഡേറ്റ് ഇന്ന് ടുഡേ 16-ാം തീയതി 16-ഉം 7-ഉം 23 അതിനനുസരിച്ച് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വലിയ ദിവസമില്ല, വിസ കിട്ടിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് തന്നെ കാർനെറ്റിൻ്റെ പരിപാടികളും ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി ഞങ്ങൾ നാളെ പോണ്ടിച്ചേരിക്ക് പോവാണ്. നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങും. ശരിക്കും വൈകുന്നേരം പോയാൽ മതി, പക്ഷേ ഞങ്ങൾ ഇച്ചിരി നേരത്തെ പോവുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള കാര്യം ഈ വിസയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണം. പിന്നെ ഇന്ന് രാത്രി വണ്ടിക്ക് ചെറിയ പരിപാടിയുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അതും ചെയ്ത് തീർക്കണം. ഓ ഗൈസ് നോക്കൂ, എന്നാ ഗൈസ് അതിൻ്റെ അത് പേപ്പറായിട്ട് അത് അവരോട് ചോദിച്ചിട്ട് വേണം പൊട്ടിക്കാനും സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഓ ഗൈസ് നോക്കൂ, അപ്പം എല്ലാവരും ഞങ്ങളുടെ വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ഓ ഗൈസ് നോക്കൂ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഞങ്ങൾ പോണ്ടിച്ചേരി പോയിട്ട് വണ്ടിയും കൊണ്ട് വന്നതിന് ശേഷം ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടിയാണ്. അപ്പോൾ അതിനുശേഷം വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് അത് പ്രിൻസിപ്പാളിൻ്റെ അടുത്തൊന്ന് കാണിക്കണം. അതിനുശേഷം ഇവിടുന്ന് ഞങ്ങൾ പണി തീർത്ത് എത്രയും പെട്ടെന്ന് വണ്ടി ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ്. ഓ ഗൈസ് നോക്കൂ, വീണ്ടും മറ്റൊരു വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ് ഗൈസ്, വീഡിയോ ഒക്കെ അവസാനിപ്പിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളാട്ടോ പണി എപ്പം പാളിന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. നാളെ പോകേണ്ട വണ്ടിയാണ്. ഇന്ന് ശനിയാണ്, നാളെ ഞായറാണ്. നമ്മുടെ വണ്ടിക്ക് PUC ഇല്ല. പോയി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ പോയി PUC സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നോക്കൂ. നമുക്കേ 2 കാര്യം കൂടി ചെയ്യാണ്ട്. ഇതിന് സെൻട്രൽ ലോക്ക് വേറെ മേടിക്കണം. സെൻട്രൽ ലോക്ക് അല്ലേ കംപ്ലൈൻറ്റാ. പിന്നെ അതേപോലെ തന്നെ സൈഡിലത്തെ ഗ്ലാസിന്റെ മോട്ടറുകൾ 2 മാറ്റണം. അതും ചെയ്യാറുണ്ട്.
അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയില്ല. നമ്മുടെ പരിപാടികൾ പാളിപ്പോട്ടോ, അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇത്രയും നേരം വരെ നമ്മളിവിടെ വണ്ടി പേടിച്ചു പോയി. എടുത്ത് മാറ്റണ്ടടാ, അതെടുത്ത് മാറ്റണം. ഇന്ന് രാത്രി അതൊക്കെ എടുത്ത് മാറ്റണോ. പക്ഷെ ഇത്ര നേരം നമ്മളിവിടെ ഇരുന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോടാ. PC തീരുന്നു നീ ഇപ്പോഴല്ല പറഞ്ഞേ, മറന്നുപോയി. ബാക്കി എല്ലാത്തിനും ഡേറ്റ് കുറവാണ്, 20, 21 അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ. അതിനപ്പുറത്തേക്ക് ബാക്കി എല്ലാം കൂടെ എടുക്കണം. ഫൈനലി നമ്മൾ പുക പരിശോധിക്കുന്ന സ്ഥലത്ത് ഇതല്ലേ വാഹന പുക പരിശോധന കേന്ദ്രം. അടിച്ചിട്ടില്ല. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പുകയും കാര്യങ്ങളും കേട്ടാൻ വേണ്ടി നേരെ ഈ പക്ഷെ ഫ്രണ്ടല്ല കേട്ടത്. ആദ്യമായിട്ടോ ഫ്രണ്ട് കയറ്റും കേട്ടോ, ബേക്കിൽ നിന്ന് എടുക്കുന്നത് എന്നാ പെട്രോൾ ഭാഗങ്ങൾ ടെസ്റ്റിംഗ് മാറിയിരിക്കുന്നു. റിസൾട്ട് പാസ് അല്ലെങ്കിൽ ഇതൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചത്. ബോണ്ട് തുറക്കണോ? ഞാൻ ആദ്യമായിട്ടാണല്ലോ ബോണ്ടൊക്കെ തുറക്കുന്നത്. ബസ്സിന്റെ എഞ്ചിനീയർ ഫ്രണ്ടിൽ നിന്നാണ് ചെക്ക് ചെയ്യിപ്പിച്ചത്. ബോണ്ട് തുറന്നു കൊടുക്കണം. കൈസ് നോക്കൂ, എന്തായാലും നമുക്ക് പൊല്യൂഷൻ എടുക്കാം കേട്ടോ. നോക്കൂ, ഫൈനലി ടയറയിൽ ഈ കാണുന്ന സംഭവം പിന്നെ മൈക്കിൻ്റെ കുറ്റിയോ പുക ടെസ്റ്റ് ചെയ്യുന്ന പഴയ മൈക്കിൻ്റെ കുറ്റി കേട്ടോ. പള്ളിയിലച്ഛൻ ഒക്കെ എൻ്റെ കുർബാനയിലൊക്കെയുള്ള ഒരു സാധനം. ഇതുണ്ടോ ഇവിടെ ഫോട്ടോ എടുക്കുന്ന സാധനം, ഇങ്ങനെ അതിൻ്റെ സംഭവങ്ങൾ ഇവിടെ ഇതുണ്ടോ. ഇവിടെ ഒരു സാധനം കൂടെ നല്ല റേസിംഗ് ആണ്. കൈസ് വേറെ സംഭവം, നമ്മുടെ പെയിൻറ്റ് കണ്ടോ, പെയിൻറ്റിലെല്ലാം കലയാട്ടോ. ഇതൊക്കെ ഇനി ലെവലാക്കി സെറ്റപ്പ് ചെയ്തിരിക്കണം. ഈ ബ്ലാക്ക് കളറിൻ്റെ ഒരു വിഷയമാണ്. കുറേ സംഭവങ്ങൾ പെയിൻ്റൊക്കെ ഒന്ന് ക്ലിയർ അടിച്ച് ലെവലാക്കാൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഫൈനലി സാധനം കിട്ടി. 2 കോപ്പി ആയിട്ട് തന്നു കേട്ടോ. 2 കോപ്പി അല്ലേ? ഗൈസ് നോക്കൂ, 2 കോപ്പി ആയിട്ട് തന്നു. ഇപ്പോൾ നമുക്ക് നേരെ പോകാം കേട്ടോ. അപ്പോൾ ലിബി ഗൈസ് നോക്കൂ, ഇന്ന് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്നതാണ് നല്ലത്. ഇന്നല്ല, നാളത്തെ ടെസ്റ്റ് ഡ്രൈവ് അതാണ് നമുക്ക് നല്ലത്. കാരണം എന്നാന്ന് വെച്ചാൽ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ സഫാരി കൊണ്ടുപോകും. അതായത് ഞങ്ങൾ സഫാരി കൊണ്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇല്ല, ഞങ്ങൾ ഇതിന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ പോണ്ടിച്ചേരി യാത്രയിൽ കാര്യങ്ങൾ മൊത്തം അറിയാൻ പറ്റും. 1000 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. 1000 കിലോമീറ്റർ. കൈസ് നോക്കൂ, ആ സമയത്ത് ലിബിൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെസ്, പറയൂ. ശരിയാണല്ലോ. പ്രിൻസാണ് എന്നാണോ പ്രിൻസാണ് വിളിച്ചു നോക്കുന്നത്. ഈ കോൽ എന്നാന്നുള്ളത് ഇതിപ്പോൾ കറണ്ടൊക്കെ നോക്കിയോ? ഇത് ആംബുലൻസിൽ നോക്കിയില്ല. ഇല്ല. അവിടുത്തെ വണ്ടിയിലൊക്കെ പോയി നോക്കാം, BS6 പോയി നോക്കണം.